students. നമ്മൾ ഇന്ന് ആദ്യം എടുക്കാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ആയിരുന്നു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്റർ 8 അല്ലേ. ചാപ്റ്റർ 8 മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൽ നമ്മൾ ടെലിഫോൺ പഠിച്ചു, പോസ്റ്റ് ഓഫീസ് പഠിച്ചു, സെൽഫോൺ പഠിച്ചു, ഫാക്സ് പഠിച്ചു. ഇനി ബാക്കി നമുക്കവിടെ ന്യൂസ് പേപ്പർ, മാഗസീൻ, ബുക്ക്, റേഡിയോ ആൻഡ് ടെലിവിഷൻ, കമ്പ്യൂട്ടർ, സാറ്റലൈറ്റ്, അത്രയും കാര്യം കൂടി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്ര പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ചാപ്റ്റർ അവിടെ തീർക്കാം. അപ്പോൾ നിങ്ങളൊന്ന് എടുത്ത ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 299, പേജ് നമ്പർ 299. അപ്പോൾ അതിന് മുന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചതിനകത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 4 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് ടീച്ചർ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചു കാണും. പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി പഠിച്ചു തുടങ്ങാം. നോക്കിയേ, ഇനി പഠിക്കാനായിട്ട് ഉള്ളത് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് ആൻഡ് ബുക്സ്. ഓക്കെ, നോക്കൂ. The newspaper is one of the most important means of mass communication. It gives us news and information about events all over the world. We get the latest news related to politics, society, sports, trade, films and entertainment, crime, natural disasters, etc. from newspapers. Newspapers in India are published in several Indian languages. അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ന്യൂസ് പേപ്പർ, പത്രം അല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എന്തുണ്ട് പത്രം വരുന്നവർക്ക് നമ്മൾ പത്രം വായിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. നല്ല ഒരു ശീലം, നല്ല ഗുഡ് ഹാബിറ്റ് ആണ് എന്ന് പറയുന്നത് ഈ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പത്രം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നോളജ് കിട്ടും അല്ലേ. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഇപ്പൊ ന്യൂസ് പേപ്പർ ആണെങ്കിലോ അല്ലെങ്കിൽ ബുക്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആണെങ്കിലോ നമ്മൾ എത്ര നന്നായിട്ട് ഒരുപാട് വട്ടം റീഡ് ചെയ്യുന്നു അത്രയും നമുക്ക് നോളജ് എന്താണ് നമ്മൾ അക്വയർ ചെയ്യുകയാണ് അല്ലേ. നോളജ് നമ്മൾ എന്താണ് നമുക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പൊ ന്യൂസ് പേപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കറന്റ്ലി അപ്ഡേറ്റഡ് ആണ് അല്ലേ. അതായത് എന്താണ് ഇപ്പോൾ ഇന്ന് വരുന്ന ന്യൂസ് പേപ്പർ ആണെങ്കിൽ ഇന്നലെ നടന്ന ഒരുവിധം എല്ലാ സംഭവങ്ങളും എന്താണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ന്യൂസ് പേപ്പർ വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ന്യൂസ് പേപ്പർ നമുക്ക് വായിക്കാൻ പറയാൻ പറ്റും. അത് ഒരുപാട് കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും, നമ്മുടെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്പോർട്സ് ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലേ, എന്തെങ്കിലും എന്താണ് നമ്മുടെ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും. പിന്നെ എന്റർടൈൻമെന്റ് ഉണ്ടായിരിക്കും, ഫിലിംസ്, സിനിമ ഉണ്ടായിരിക്കും, ക്രൈം, എന്തെങ്കിലും ക്രൈം സ്റ്റോറീസ്, ഇപ്പം എന്തെങ്കിലും കൊലപാതകങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ന്യൂസ് എന്താണ് ഉൾക്കൊള്ളുന്നതായിരിക്കും ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. നോക്കിയേ, the newspaper is one of the most important means of mass communication. നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ, അതിന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ സോഴ്സ് ആണ് അല്ലേ. It gives us news and information about events all over the world. നമ്മുടെ ലോകത്തിലുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നമുക്ക് ന്യൂസ് പേപ്പറിലൂടെ വായിച്ചറിയാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇവിടെ കേരളത്തിൽ കൂടുതലും കാണപ്പെടുന്ന ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ മലയാള മനോരമ, മാതൃഭൂമി അല്ലേ, കേരള കൗമുദി അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പത്രങ്ങളാണ്. അപ്പം അല്ലാതെ നമ്മുടെ ലോകത്തെ എല്ലാം ഉള്ളതാണ് എന്ത് ഇപ്പൊ പറയുകയാണെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലേ, അങ്ങനെയുള്ള പത്രം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വേൾഡ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകൾ വായിക്കുന്നതാണ് അല്ലേ. അതുപോലെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ആണ്. അപ്പൊ അത് നമുക്ക് നോളജ് കുറച്ചും കൂടെ, ലാംഗ്വേജ് കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. It gives us news and information about events all over the world. We get the latest news related to politics, society, sports, trade. Trade എന്ന് പറഞ്ഞിട്ടാണ് വ്യാപാരം അല്ലെ. വ്യാപാരം ഇപ്പം നമ്മൾ പറഞ്ഞില്ല, വ്യാപാര മേഖലയിൽ എന്താണ് വൻ കുതിരയിടിവ് സംഭവിച്ചു അല്ലെ വ്യാപാര വിപണിയിൽ. അപ്പം വ്യാപാരമായിട്ടുണ്ടാവും. ഫിലിംസ് ആൻഡ് എന്റർടൈൻമെന്റ് അല്ലെ, എന്തെങ്കിലും കായികം, അങ്ങനെയൊക്കെയുള്ള സ്പോർട്സ്, ക്രൈം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എക്സെട്ര ഫ്രം ന്യൂസ് പേപ്പേഴ്സ്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇത് നമ്മുടെ പത്രം, ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. Newspapers in India are published in several Indian languages. നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട്
പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ കേരളത്തിൽ കൂടുതൽ മലയാളം ഉണ്ടാവും, പിന്നെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞ കണക്കുള്ള എന്താണ് ഒരുപാട് പത്രങ്ങൾ എന്താണ് ഇംഗ്ലീഷിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമുക്കത് വായിക്കുമ്പം ഒരുപാട് നമ്മുടെ നോളജ് അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജും വളരാനായിട്ട് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി നമുക്ക് സംസാരിക്കാനായിട്ടൊക്കെ സാധിക്കും. അടുത്തത് റേഡിയോ ആൻഡ് ടെലിവിഷൻ. റേഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയോ? ടെലിവിഷൻ എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. റേഡിയോ കണ്ടിട്ടുണ്ടാവും. റേഡിയോ പണ്ട് ഈ ടി വി ഒന്നും അങ്ങനെയൊന്നും വരാത്ത ഒരു സമയങ്ങളിൽ നമ്മൾ പാട്ട് കേൾക്കാനാണെങ്കിലും അതുപോലെ എന്താണ് നാടകങ്ങൾ, നല്ല നല്ല നാടകങ്ങളൊക്കെ നമ്മുടെ ഈ റേഡിയോയിലൂടെ ടെലികമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. നല്ല അതായത് ന്യൂസ് അല്ലേ. നമുക്ക് ആളെ കാണാനൊന്നും പറ്റില്ല, പക്ഷെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നോക്കിയേ, radio and television are important means of mass communication in our country. We can hear music on act plays, dramas, stories, news bulletins, educational programs, etc. on the radio. അതായത് നമുക്ക് ഈ പറയുന്ന കണക്ക് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ ടെലിവിഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് ഇതിലൂടെയുള്ള ഉപയോഗം നമുക്ക് എന്തെങ്കിലും മ്യൂസിക് പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഓൺ ആക്ട് പ്ലേസ് അല്ലെ, ഒരാൾ മാത്രമായിട്ട് അഭിനയിക്കുന്ന നാടകങ്ങൾ, സംഭാഷണങ്ങൾ അല്ലെ, അതുപോലെ തന്നെ ഡ്രാമാസ്, നാടകങ്ങൾ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റോറീസ്, കഥ പറയുന്നത് കേൾക്കാം. പിന്നെ ന്യൂസ് ബുള്ളറ്റിൻസ് അല്ലെ, നമുക്ക് ന്യൂസ് വായിക്കാം, ആളെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ ന്യൂസ് വായിക്കുന്നത് നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. പിന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത്, the television is an audio visual instrument. We can hear the sound and watch the picture on a television set. We can see live telecast of any event happening in any corner of the world on our television sets. അതായത് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഓഡിയോ വിഷ്വൽ ആണ്. നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ നമുക്ക് ആളുകളെ കാണാം. ഇപ്പം ആരാണോ വായിക്കുന്നത് അവരുടെ സൗണ്ടും കേൾക്കാൻ പറ്റും, അവരെ കാണാനും നമുക്ക് പറ്റും. അതാണ് ഓഡിയോ വിഷ്വൽ അല്ലെ. നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്ന ഒന്നാണ് എന്ത്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. We can hear the sound and watch the picture on a television set. നമുക്കൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ആ പാട്ട് നമുക്ക് കേൾക്കാനും സാധിക്കും, അതിന്റെ മൂവ്മെന്റും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളുകളാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമുക്ക് കാണാനും സാധിക്കും. We can see live telecast of any event happening in any corner of the world on our television sets. അതായത് നമ്മുടെ വേൾഡിൽ എവിടെയുള്ള ലൈവ് ടെലികാസ്റ്റിംഗ്, അതായത് അപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമുക്ക് ലൈവ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇപ്പം ഇലക്ഷൻ ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സ്പോർട്സ്, ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതായത് നമ്മുടെ ലോകത്തിൽ എവിടെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആവണമെന്നില്ല, നമ്മുടെ ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ലൈവായിട്ട് നമ്മുടെ ടി വിയിലൂടെ നമുക്ക് ടെലികാസ്റ്റ് ചെയ്ത് നമ്മളെ കാണിക്കും അല്ലെ, നമുക്ക് വീട്ടിൽ ഇരുന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്തത് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം ഓക്കെ, കമ്പ്യൂട്ടർ ഈസ് ദ ലേറ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരു നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. വി ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ് ത്രൂ ഇമെയിൽ വയ ഇൻ കമ്പ്യൂട്ടർ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇമെയിൽ ആയിട്ട് അല്ലെ, മെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. നിമിഷങ്ങൾക്കകം എന്ത് ചെയ്യും, അത് നമുക്ക് ആർക്കാണോ അത് കൊടുക്കേണ്ടത് അവരുടെ കയ്യിൽ അത് എത്തും. Nowadays internet is very popular among people. അല്ലെ, ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരുവിധം എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് തന്നെയാണ് കമ്പ്യൂട്ടർ, അതുപോലെ ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. A large number of computers are interconnected to all other through the internet. അതായത് ഒന്നോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ പരസ്പരം എന്താണ് കുറെ വയറുകളുടെ സഹായത്തോടു കൂടി എന്താണ് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തിരിക്കുന്നത്, അതിനാണ് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അല്ലെ. On can get any information using the internet. നമുക്ക് ഇന്റർനെറ്റ് നെറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും കമ്പ്യൂട്ടറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് ക്രോമിലോ ഗൂഗിളിലോ ഒക്കെ കയറി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ഡൗട്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചുറ്റുമതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് എന്ത് ചെയ്യും, ആ കമ്പ്യൂട്ടറിൽ നമുക്ക് നെറ്റ് ഒക്കെ ഉപയോഗിച്ച് കാണാനായിട്ട് അറിയാനായിട്ടും ഒക്കെ സാധിക്കും. അടുത്തത് സാറ്റലൈറ്റ് ആണ് അല്ലേ. സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നോക്കിയേ. The satellite has made communication easier and faster all over the world. അല്ലെ, ലോകമെമ്പാടുമുള്ള
ആശയവിനിമയം വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിലാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ടു റിലേ റേഡിയോ ആൻഡ് ടെലിഫോൺ സിഗ്നൽസ് ആൻഡ് ടു കൺവേ ടെലിഫോൺ മെസ്സേജസ്. അതായത് റേഡിയോ അതുപോലെ തന്നെ ടെലിഫോൺ സിഗ്നലുകൾ ഇവയെല്ലാം ചെയ്യുന്നതിനും പിന്നെ സന്ദേശങ്ങൾ. ഇപ്പൊ നമ്മുടെ ടെലിഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിങ്ങോട്ട് നമ്മളെ വിളിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, നമ്മൾ അങ്ങോട്ട് തിരിച്ച് പറയുന്ന കാര്യം അവർക്കും കേൾക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള റേഡിയോയിലൂടെ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയുള്ള സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കുന്നതിനും കൈമാറുന്നതിനും ഒക്കെ എന്താണ് ഈ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കും. We can see live telecast of sports and cultural events happening in any corner of the computer through the satellite. അതായത് നമുക്ക് ലോകത്തിലെ നേരത്തെ പറഞ്ഞു, ലോകത്തിലെ ടെലിവിഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ടി വിയിലൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ നമുക്ക് ലൈവായിട്ട്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഒരു ഉപഗ്രഹം അല്ലെ നമ്മൾ വിക്ഷേപിക്കുകയാണ്, ഇപ്പോൾ ചന്ദ്രനിലോട്ട് അങ്ങോട്ടൊക്കെ ഇപ്പം വിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്കിത് ലൈവായിട്ട് വീട്ടിൽ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത് പോകുന്നതും ആകാശത്തോട് ചെന്ന് കയറുന്നതും അങ്ങ് കുറച്ചുകൂടെ പോകുന്നതൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിലൂടെ ടി വിയിലൂടെ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. The satellite also help us in getting weather reports. അല്ലെ നമുക്ക് കാലാവസ്ഥയുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ്, ഇപ്പം നാളെ ഇടിയോട് കൂടിയ മഴയുണ്ട്, എന്റെ കാലാവസ്ഥ പ്രവാചകൻ നമ്മളോട് അത് മുൻകൂട്ടി പറയും അല്ലെ, നമുക്കിപ്പോ വാർത്തയിലൊക്കെ കേൾക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുന്നത് ഈ സാറ്റലൈറ്റിലൂടെയാണ്. അപ്പൊ അതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ hence satellite plays a significant role in the field of communication. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഇത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, ന്യൂസ് പേപ്പർ, മാഗസീൻസ് ആൻഡ് ബുക്ക്, പിന്നെ റേഡിയോ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ദെൻ ഇപ്പൊ പഠിച്ചത് സാറ്റലൈറ്റ്. ഓക്കെ, അപ്പം ഈ പാഠത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ കമ്മ്യൂണിക്കേഷൻ അല്ലേ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അറിയാം ആശയവിനിമയം. നമുക്ക് നമ്മുടെ മെസ്സേജസ് നമുക്ക് ഒരാളോട് സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയണം, അതുപോലെ റിസീവ് ചെയ്യണം, ഇങ്ങോട്ട് കിട്ടണം. അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മാർഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോസ്റ്റ് ഓഫീസ്, ദെൻ പിന്നെ ടെലിഫോൺ, cell phone, fax, newspaper, magazines, radio, television, computer and then satellite. Okay. അപ്പോൾ അത്രയാണ് നമ്മുടെ ചാപ്റ്ററോടെ ഏകദേശം കഴിയും അല്ലേ. ഇനി നിങ്ങൾക്ക് അവിടെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ടീച്ചർ കഴിഞ്ഞ ദിവസം നോട്ട് തന്നപ്പോൾ 5 ക്വസ്റ്റ്യൻ തന്നു. 2-3 പേര് കുട്ടികൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വാട്ട് ഈസ് എ സാറ്റലൈറ്റ്, വാട്ട് ആർ ഇറ്റ്സ് യൂസസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ടീച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയെടുത്തവർക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഈ തരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണ്ട, അത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് തന്ന കൂട്ടത്തിൽ അതൊരെണ്ണം ആയിപ്പോയി. അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ടീച്ചർ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുമ്പോൾ നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ എഴുതണ്ട, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട കേട്ടോ. അഥവാ അത് എഴുതാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കണ്ട് എഴുതുക. ഇനി നമുക്ക് അവിടെ എക്സസൈസ് ഫസ്റ്റ് പറയുന്നത് ഡിഫൈൻ ആണല്ലേ. നോക്കിയേ പേജ് നമ്പർ 301 അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ആണ്. ഡിഫൈൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എന്താ നോക്കിയേ, ISD അല്ലേ. ISD എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, എന്താ നോക്കിയേ, ഇന്റർനാഷണൽ സബ്സ്ക്രൈബർ ഡയലിംഗ് ഈസ് പ്ലേസിംഗ് ആൻ ഇന്റർനാഷണൽ ടെലിഫോൺ കോൾ that is dialed directly by a telephone subscriber rather by an telephone operator. അപ്പോൾ ISD എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ISD എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ടെലിഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ STD ഉണ്ട്, ISD ഉണ്ടെന്ന് പറഞ്ഞാൽ. STD എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ ട്രങ്ക് ഡയലിംഗ് ആണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാം. ISD എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ സബ്സ്ക്രൈബ് ഡയലിംഗ് ആണ്, നമ്മുടെ ഇന്ത്യക്ക് പുറമെയുള്ള രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ISD ആണ്. അപ്പോൾ ISD എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സബ്സ്ക്രൈബിംഗ് ഡയലിംഗ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലേസിംഗ് ആൻ ഇന്റർനാഷണൽ ടെലിഫോൺ കോൾ ദാറ്റ് ഈസ് ഡയൽഡ് ഡയറക്ട്ലി ബൈ ടെലിഫോൺ സബ്സ്ക്രൈബർ rather by a telephone operator.
എന്നിട്ട് ഇന്റർനാഷണൽ ആയിട്ട് നമുക്ക് കോൾസ് ചെയ്യുന്നതിന് ആളുകളോട് സംസാരിക്കുന്നതിന് ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് പറയുന്നത് കേൾക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്നത് ISL. സെക്കൻഡ് ഫാക്ട്സ്. ഫാക്ട്സ് എന്താണെന്ന് അറിയാലോ, അറിഞ്ഞൂടെ? നമ്മുടെ പഠിച്ചു റീസെന്റ് ഡെവലപ്മെന്റ് ആണെന്ന് പറഞ്ഞത്. നമ്മൾ ആശയവിനിമയ മേഖലയിലെ ഒരു സമീപകാലത്തുണ്ടായ ഒരു വികസനമാണ് നമ്മൾ ഫാക്ട്സ് എന്ന് പറഞ്ഞത്. ഫാക്ട്സ് ഇസ് റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നോക്കിയേ, ഫാക്ട് എന്ന് വെച്ചാൽ ഫാക്ട്സ് ഇസ് എ മെഷീൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സെൻഡ് എ കോപ്പി ഓഫ് ഹാൻഡ് റിട്ടൺ ഓർ പ്രിന്റഡ് ഡോക്യുമെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഫാക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കൈയക്ഷരം നമ്മൾ എഴുതുകയോ അതല്ല നമ്മൾ ടൈപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നമുക്ക് വേറൊരാളിലോട്ട് അതുപോലെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. Fax is a machine which can be used to send a copy of handwritten or printed document from one place to another. ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ നമ്മൾ കൈയക്ഷരത്തിൽ എഴുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രിന്റർ എടുത്ത കാര്യങ്ങൾ നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫാക്സ്. The last is satellite. അല്ലേ, സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ? Satellites are used to relay radio and telephone signals and to convey telephone messages. It plays a significant role in the field of communication. അതായത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ, ടെലിഫോൺ തുടങ്ങിയ ആശയവിനിമയ ഉപാധികളുടെ സിഗ്നൽസും അല്ലെ അവർക്ക് നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും സന്ദേശങ്ങൾ കിട്ടണം അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയക്കണം. അപ്പോൾ അവർ ടെലിഫോൺ, റേഡിയോ തുടങ്ങിയവയുടെ റിലേ സിഗ്നൽസിന് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്ത്? ഈ സാറ്റലൈറ്റ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ പങ്കാണ് സാറ്റലൈറ്റിന് ഉള്ളത്. മൂന്നെണ്ണമായിരുന്നു ISP, ഫാക്സ് ആൻഡ് സാറ്റലൈറ്റ്. Then അടുത്തത് എങ്ങനെയാ അവിടെ ഉള്ളത്? fill in the blanks with a suitable word given below. നോക്കിയേ, first question. The post office also offers dash service. പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എന്ത് സർവീസിന് നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ നമ്മൾ പക്ഷേ ഏതാണ് ആൻസർ നോക്കി? അവിടെ നാലാമത്തെ ഓപ്ഷൻ കൊറിയർ സർവീസ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊറിയർ ആയിട്ട് എന്ത് ചെയ്യാം? അഡ്രസ് ഒക്കെ എഴുതി അയക്കേണ്ട ആളുടെ അഡ്രസ് ഒക്കെ എഴുതി നമുക്ക് അങ്ങോട്ട് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആൻസർ കൊറിയർ സർവീസ്, COURIER, കൊറിയർ. The post office also offers courier services. Second question, the dash is the fastest means of communication. നമ്മൾ പഠിച്ചു ഏതാണ് ഏറ്റവും fastest means of communication എന്ന് നമ്മൾ പഠിച്ചത്? ആൻസർ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ് ടെലിഫോൺ. The telephone is the fastest means of communication. Okay. Then third question, the dash is the latest means of communication. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് കമ്പ്യൂട്ടർ. The computer is the latest means of communication. Computer. Then fourth question, a copy of handwritten or printed document can be sent from one place to another by using a dash machine. നമ്മളിപ്പോ ഡിഫൈൻ ചെയ്യുന്നതിനകത്ത് പഠിച്ചതിന്റെ വിഷയമാണ് ഫാക്സ് അല്ലെ, ഫാക്സ് മെഷീൻ, FAX, ഫാക്സ്. Then fifth question, dash have made communication easier and faster all over the world. അല്ലെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വേഗത്തിൽ വളരെ സുഖമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേൾഡിൽ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചത് എന്താണ്? സാറ്റലൈറ്റ്, SATELLITES, satellites. The satellites have made communication easier and faster all over the world. Okay, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the post office also offers courier services. Second, the telephone is the fastest means of communication. Third, the computer is the latest means of communication. Fourth, a copy of handwritten or printed document can be sent from one place to another by using a fax machine. Then satellites have made communication easier and faster all over the world. Then next, write true or false. First question, the telephone was used to send messages in ancient times. ശരിയാണോ തെറ്റാണോ? പുരാതന കാലങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ടെലിഫോൺ ആണെന്നാണ്. ആണോ? അല്ല,
അല്ല, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? എന്താണെന്ന് നോക്കിയോ? PGN നമ്മൾ പഠിച്ച ആദ്യം പുരാതന കാലം നമ്മൾ എന്താണ് ആ മെസ്സേജസ് ഒക്കെ നമ്മൾ രാജാക്കന്മാരൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്തിനാണ്? PGN ആണെന്ന് നമ്മൾ പറയുന്നു അല്ലേ? ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടെലിഫോൺ ആണെന്നാണ്. അപ്പോൾ തെറ്റല്ലേ? തെറ്റാണ്. സോ ആൻസർ ഫാൾസ്. ഫാൾസ്. Then second question, India has the largest postal service in the world. നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ പോസ്റ്റൽ സർവീസ് നമ്മുടെ ഇന്ത്യയിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ശരിയാണ്. ആൻസർ ട്രൂ. ട്രൂ. Third question, the post office is the fastest means of communication. ശരിയാണോ? പോസ്റ്റ് ഓഫീസ് ആയിരുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ്? അല്ല, ടെലിഫോൺ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പഠിച്ചു. ഇവിടെ പോസ്റ്റ് ഓഫീസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ തെറ്റല്ലേ? സോ ആൻസർ ഫാൾസ്. ഫാൾസ്. Then fourth question, the television is an audio visual instrument. ടെലിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാനും കേൾക്കാനും സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ശരിയല്ലേ? ശരിയാണ്. സോ ആൻസർ ട്രൂ. ട്രൂ. Okay. The last, the satellite has made our communication easier and faster. Satellite എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആശയവിനിമയം വളരെ വേഗത്തിലും വളരെ സുഖകരമായിട്ട് നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. സോ ആൻസർ ട്രൂ. ട്രൂ. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ്, the telephone was used to send messages in ancient times. Answer false. Second, India has the largest postal service in the world. Answer true. Then the post office is the fastest means of communication. Answer false. Then fourth, the television is an audiovisual instrument. Answer true. Then the satellite has made our communication easier and faster. Answer true. Okay. Okay, the next match the following questions are. Okay. First, PGN. PGN എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ്? പുരാതന കാലത്ത്, ഏൻഷ്യൻ ടൈംസിൽ പുരാതന കാലത്ത് രാജാക്കന്മാരൊക്കെ ആശയങ്ങൾ കൈമാറാൻ വേണ്ടി ഉപയോഗിച്ചതാണെന്ന് പഠിച്ചത്. അപ്പൊ ആൻസർ ഇവിടെ നാലാമത്തെ ഓപ്ഷൻ, ഏൻഷ്യൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഇവിടെ ആൻസർ ഏതാണ്? ലേറ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ആൻസർ അഞ്ചാമത്തെ ലാസ്റ്റ് ഓപ്ഷൻ, ലേറ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മൂന്നാമത് ടെലിഫോൺ. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫാസ്റ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? ടെലിഫോൺ വാസ് ഇൻവെന്റഡ് ബൈ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. സോ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ, Alexander Graham Bell. Telephone is the fastest communication. Then the telephone was invented by Alexander Graham Bell. Then fourth, satellite. Satellite ഏതാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ, വെതർ ഫോർകാസ്റ്റ് അല്ലെ? നമുക്ക് കാലാവസ്ഥയുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നത് അല്ലേ? അപ്പം സാറ്റലൈറ്റ് തേർഡ് ഓപ്ഷൻ, വെതർ ഫോർകാസ്റ്റ്. The last, television. Television എവിടെയാണ്? ഓഡിയോ വിഷ്വൽ ഇൻസ്ട്രുമെന്റ്, നമുക്ക് കാണാനും കേൾക്കാനുമായിട്ട് സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ? ടെലിവിഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ, ഓഡിയോ വിഷ്വൽ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ്, PGN എന്ന് പറയുന്നത് ഏൻഷ്യൻ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ടെലിഫോൺ എന്ന് പറയുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് വെതർ ഫോർകാസ്റ്റ്. ടെലിവിഷൻ ഓഡിയോ വിഷ്വൽ ഇൻസ്ട്രുമെന്റ്. Then അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബേർഡ് വാസ് യൂസ്ഡ് ഇൻ ഏൻഷ്യന്റ് ടൈംസ് ടു സെൻഡ് മെസ്സേജസ്? പണ്ട് കാലങ്ങളിൽ, പുരാതന കാലങ്ങളിൽ രാജാക്കന്മാരുടെ സന്ദേശങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ട് അവിടെ അവർ ഉപയോഗിച്ചിരുന്നത് ഏത് ബേർഡായിരുന്നു? നമ്മൾ പഠിച്ചു ഏതാണ്? PGN. സോ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ. Then അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ സർവീസ് ഇൻ ദ വേൾഡ്? തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ പോസ്റ്റൽ സർവീസ് അല്ലെ, പോസ്റ്റ് ഓഫീസ് തപാൽ സമ്പ്രദായം ഏറ്റവും വലിയ രീതിയിൽ നടക്കുന്നത് ഏത് രാജ്യത്താണ്? നമ്മളുടെ ഇന്ത്യയിലല്ലേ? അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ, ഇന്ത്യ. ഇന്ത്യ. തേർഡ്, STD സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ, സബ്സ്ക്രൈബർ ട്രങ്ക് ഡയലിംഗ്. Subscriber trunk dialing.
Then fourth question, we can hear music, news bulletins, educational programs, etc. on the dash. അല്ലേ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ആ ക്വസ്റ്റ്യനകത്ത് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന we can hear music, നമുക്ക് മ്യൂസിക് കേൾക്കാം, അതുപോലെ ന്യൂസ് ബുള്ളറ്റിൻ അല്ലേ, അതുപോലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എക്സെട്ര ഓൺ ഡാഷ്. ന്യൂസ് പേപ്പറിനകത്തേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് ന്യൂസ് ബുള്ളറ്റിൻസും അതുപോലെ അല്ല ന്യൂസ് ബുള്ളറ്റിൻസ് കേൾക്കാൻ പറ്റും, പക്ഷേ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ വി ക്യാൻ ഹിയർ മ്യൂസിക്, നമുക്ക് ന്യൂസ് പേപ്പറിൽ ഈ പറയുന്നത് സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല അല്ലേ. ബാക്കി പറയുന്ന റേഡിയോയിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും രണ്ടിലും എന്തുണ്ട്, ഈ പറയുന്ന രീതിയിലുള്ള നമുക്ക് മ്യൂസിക് കേൾക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒരുപാട് നമുക്ക് ഇപ്പോൾ നെറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ പറയും, നമുക്ക് നെറ്റൊക്കെ ഉപയോഗിച്ച് യൂട്യൂബിലൊക്കെ ആണെങ്കിലും ലൈവായിട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് നമുക്ക് മ്യൂസിക് കേൾക്കാനും അതുപോലെ തന്നെ ന്യൂസും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ റേഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ആയിട്ട് എഴുതാം, കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വേണമെങ്കിൽ ഓപ്ഷൻസ് വരാം. അപ്പോൾ ഇവിടെ റേഡിയോയുടെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, വി ക്യാൻ ഹിയർ മ്യൂസിക് on and plays, drama, stories, news bulletins, educational programs, etc. on radio എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നിങ്ങൾ അവിടെ റേഡിയോ എന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് കമ്പ്യൂട്ടറിൽ നമുക്ക് പാട്ടും സൗണ്ടും ഒക്കെ കേൾക്കാം, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ന്യൂസ് ബുള്ളറ്റിൻസ് ഒക്കെ നമുക്ക് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഒരു പോയിന്റ് അവിടെ റേഡിയോയ്ക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം അവിടെ റേഡിയോ തൽക്കാലം നിങ്ങൾ ടിക്ക് ചെയ്യുക. പക്ഷെ കമ്പ്യൂട്ടറും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാനും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് എത്ര ആയപ്പോൾ നമ്മളുടെ ആ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് കുറച്ച് GK കൂടെ പഠിക്കാം. GK നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇപ്പൊ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് വേൾഡ് എന്നുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പ്ലാന്റ് വേൾഡ് അപ്പൊ നോക്കിയേ, പ്ലാന്റ് വേൾഡ് അല്ലെ, അത് എളുപ്പമാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിയിട്ട് 3-4 ഓപ്ഷൻസ് ആണ്. കറക്റ്റ് ആയിട്ട് ഏത് ഓപ്ഷൻ ആണോ അവിടെ ടിക്ക് ചെയ്തോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകൾ തൊട്ട് പഠിച്ചു വരുന്ന കാര്യമാണ്, അറിയാവുന്ന കാര്യമാണ്. നോക്കിയേ, വിച്ച് പാർട്ട് ഹോൾഡ് ദ പ്ലാന്റ് അപ്രൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫുഡ് ആൻഡ് വാട്ടർ. ചെടിയുടെ ഏത് ഭാഗമാണ് ചെടിയെ നല്ല നിവർത്തി നിർത്തുന്നതും അതുപോലെ ഫുഡും വാട്ടറും ഒക്കെ ചെടിയുടെ പ്ലാന്റ്സിന്റെ എന്താ പറയുക ലീവ്സിനോട്ടും അതുപോലെ വേര് വലിച്ചെടുക്കുന്ന വെള്ളവും ലവണങ്ങളും ഒക്കെ ചെടിയുടെ മറ്റു ഭാഗങ്ങളിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഏത് ഭാഗമാണെന്നാണ്. ചെടിയുടെ ഏത് ഭാഗമാണ് നോക്കിയേ, അവിടെ ഏതാണ്? സി ഓപ്ഷൻ, സ്റ്റെം അല്ലെ, തണ്ട് അല്ലെ. ചെടിയുടെ സ്റ്റെം ആണ് എന്ത് ചെയ്യുന്നത്, ചെടികളെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നല്ല ബലത്തിൽ നിർത്തുന്നതും അതുപോലെ തന്നെ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും എല്ലാം ചെടിയുടെ വിവിധ ഭാഗങ്ങളിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്നത് സ്റ്റെം. മൂന്നാമത്തെ ഓപ്ഷൻ. Then second question, which part uses sunlight to make food for the plant? അല്ലെ, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം, സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ചെടിയുടെ ഏത് ഭാഗത്താണ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? എവിടെയാണ്? നമുക്ക് കുഞ്ഞു ക്ലാസ് തൊട്ടേ അറിയാവുന്ന കാര്യമല്ലേ, ഏതാണ്? ലീവ്സ് അല്ലെ, ഇലകളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെടികൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആൻസർ ലാസ്റ്റ് ഓപ്ഷൻ, ലീവ്സ്, LEAVES, leaves. Third, which part hold the plant in the ground and absorbs water from the soil? അല്ലെ, മണ്ണിൽ നിന്നും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നത് ചെടിയുടെ ഏത് ഭാഗമാണ്, ഏത് പാർട്ടാണ്? റൂട്ട്സ്, വേരുകൾ അല്ലെ. ചെടിയുടെ വേരുകളാണ് ചെടിയെ മണ്ണിൽ നിന്ന് ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്ത് ഈ സ്റ്റെം വഴി എന്ത് ചെയ്യും, നമ്മുടെ ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക. അപ്പൊ അവിടെ ആൻസർ ബി ഓപ്ഷൻ, റൂട്ട്സ്. Then fourth question, which part of the plant has the male and female reproductive organs? ചെടിയുടെ മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെടിയുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് അല്ലെങ്കിൽ ഓർഗൻസ് ഈ ഒരു ചെടിയുടെ ഏത് ഭാഗത്താണ്? ഫ്ലവർ, പൂവിലാണ് അല്ലെ, പൂവിലാണ് അവ. പൂവിൽ നിന്നുള്ള പൂമ്പൊടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ പൂമ്പൊടിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മരിച്ചെടികൾ. ഇപ്പൊ നമ്മൾ പറയുന്നത് ചെടികൾ ചിലപ്പോൾ അടുത്തത് നിൽക്കുമ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന ചെടിയുടെ പൂവിന്റെ ചിലപ്പോൾ 2 പൂവിന്റെ കളർ മിക്സ് ആയിട്ടൊക്കെ വരുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ആൻസർ ഡി ഓപ്ഷൻ, ഫ്ലവേഴ്സ്. Then fifth question,
We can eat the root of a dash, carrot or tree. അവിടെ പറഞ്ഞിരിക്കുന്നത് ശരി തന്നിരിക്കുന്ന ക്യാരറ്റും ട്രീയും ആ രണ്ട് വായിച്ച് നോക്കിയിട്ട് അതിലെ ഏതിന്റെ ചെടിയിലാണ് റൂട്ട് ആ റൂട്ടിലാണ് അതിന്റെ ഫ്രൂട്ട് നിൽക്കുന്നത് നോക്കിയുടെ ക്യാരറ്റിന്റെ പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ ക്യാരറ്റിന്റെ വേരിലാണ് എന്ത് ആ ക്യാരറ്റ് മണ്ണിനടിയിലല്ലേ ക്യാരറ്റ് കാണുന്നത് ക്യാരറ്റ് അതുപോലെ എന്താണ് നമ്മളുടെ ചീനി അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മണ്ണിനടിയിലാണ് വേരിലാണ് അവയുടെ എന്ത് നമുക്ക് കഴിക്കുന്ന ഫുഡ് അടങ്ങിയിരിക്കുന്ന എവിടെയാണ് മണ്ണിനടിയിൽ വേരിലാണ് അല്ലേ ആൻസർ ക്യാരറ്റ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ദ ആന്തർ ഈസ് ദ ഡാഷ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. പൂവിലെ ആന്തർ എന്ന് പറയുന്നത് ആ പൂവിലെ എന്ത് പാർട്ടാണ് മെയിൽ പാർട്ടാണോ ഫീമെയിൽ പാർട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മെയിൽ പാർട്ടാണ് കേട്ടോ പൂവിലെ മെയിൽ പാർട്ടാണ് എന്ന് പറയുന്നത് ആന്തർ എന്ന് പറയുന്നത്. The anther is the male part of the flower. ഫ്ലവറിന്റെ മെയിൽ പാർട്ടാണ് എന്ന് പറയുന്നത് ആന്തർ എന്ന് പറയുന്നത്. ഓക്കേ പൊതുവെ പറയാനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ which part hold the plant upright and transport food and water. ചെടികളെ മണ്ണിൽ നന്നായിട്ട് മുകളിലോട്ട് ഉറപ്പിച്ച് നിർത്തുകയും അതുപോലെ തന്നെ ചെടികളുടെ വെള്ളവും ലവണങ്ങളും ഒക്കെ ചെടിയുടെ വിവിധ ഭാഗങ്ങളിലോട്ട് കൊണ്ടുവന്ന് വേര് വലിച്ചെടുക്കുന്ന വെള്ളവും ലവണങ്ങളും ഒക്കെ ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കേണ്ട സ്റ്റെം വഴിയാണ്. സെക്കൻഡ് which part uses sunlight to make food for the plant. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ചെടിയുടെ എവിടെയാണ് ആഹാരം നിർമ്മിക്കുന്നത് എവിടെയാണ് ലീവ്സ് ഇലകൾ. അടുത്തത് which part hold the plant in the ground and absorbs water from the soil. മണ്ണിൽ നിന്നും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നത് എന്താണ് റൂട്ട് മണ്ണിന്റെ വേരുകൾ. അടുത്തത് which part of the plant has the male and female reproductive organs. ചെടിയുടെ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ചെടിയുടെ ഏത് ഭാഗത്താണ് കാണുന്നത് എവിടെയാണ് ഫ്ലവേഴ്സ് പൂക്കൾ. അടുത്തത് we can eat the root of a dash. നമുക്ക് ഈ റൂട്ട് കഴിക്കാൻ പറ്റുന്ന വേരില് അടങ്ങിയിരിക്കുന്ന കഴിക്കാൻ പറ്റുന്നത് അതിനകത്ത് ഏതാണ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത് അല്ലേ ആൻസർ ക്യാരറ്റ്. Then the anther is the dash part of the flower. ഫ്ലവറിന്റെ എന്ത് പാർട്ടാണ് ആന്തർ എന്ന് പറയുന്നത് എന്താണ് ആന്തർ is the main part of the flower. ഓക്കേ അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പഠിച്ചു നിർത്താം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച സോഷ്യലും അതുപോലെ തന്നെ GK 2 ചാപ്റ്ററാണ് പഠിച്ചത് നമ്മൾ രണ്ടിൻ്റെയും കൂടെ. അപ്പോൾ അത് രണ്ട് നന്നായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക പഠിക്കുക. ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. എഴുതി പഠിക്കണം എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കണം. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഓരോ പ്രാവശ്യം കഴിയുന്നവർ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ആകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് എഴുതി പഠിക്കുക നിങ്ങളെല്ലാം കേട്ടോ. ഓക്കെ താങ്ക് യു. Good morning all of you. Good morning. How are you? Hope all you are fine. Okay, നമ്മളിന്ന് ഹിന്ദിയുടെ ബാക്കിയുള്ള എന്താണ് ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സസൈസ് ആണ് ചെയ്യുന്നത്. ഓക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചു അതിൻ്റെ മീനിങ്സ് പഠിച്ചു. അപ്പോൾ അതിൻ്റെ അതായത് മീനിങ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് അതെല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തു. ഓക്കെ ഇപ്പോൾ നമുക്ക് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണ്ട 3, 4, 5, 6, 7, 9 ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് മതി. ഓക്കെ 3, 4, 5, 6, 7, 9 ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് മതി. ഓക്കെ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ മുന്നേ ആയിട്ട് ടീച്ചറിൻ്റെ ആൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുത്തു. ഓക്കെ അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വൺ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. മാതാ കൗവാനെ കിത്നെ അണ്ടേ രഖേ ഥേ.
എന്താണ് മാതാക്കവ്വ എത്ര മുട്ടകളാണ് ഇട്ടത്? പെൺകാക്ക എത്ര മുട്ടകളാണ് ഇട്ടത്? എത്രയാണ്? മാതാക്കവ്വ ने 3 अंडे रखे थे. मादाकव्वा ने 3 अंडे रखे थे. मादाकव्वा ने 3 अंडे रखे थे. എന്താണ് മാതാക്കവ്വ പെൺകാക്ക 3 മുട്ടകളാണ് ഇട്ടത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. पेट के नीचे कौन रहता था? पेट के नीचे कौन रहता था? ആ മരത്തിന്റെ അടിയിൽ ആരായിരുന്നു താമസിച്ചിരുന്നത്? ആരായിരുന്നു? पेट के नीचे एक भयानक सांप रहता था. पेट के नीचे एक भयानक सांप रहता था. മരത്തിന്റെ അടിയിൽ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ഒരു സർപ്പം താമസിച്ചിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. सांप क्या करता था? सांप क्या करता था? പാമ്പ് എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? सांप बिल से बाहर आकर अंडों की खाया करता था. सांप बिल से बाहर आकर अंडों की खाया करता था. സർപ്പം എന്ത് ചെയ്തു? ആ മരത്തിന് മുകളിൽ കയറി കൂട്ടിൽ കിടന്ന മുട്ടകളെല്ലാം എടുത്ത് ഭക്ഷിച്ചു. എന്താണ്? सांप क्या करता था? सांप बिल से बाहर आकर अंडों की खाया करता था. മരത്തിന് മുകളിൽ കൂട്ടിലുണ്ടായിരുന്ന മുട്ടകളെല്ലാം സർപ്പം കഴിച്ചു. सिक्स्थ क्वेश्चन. वन में टहलने कौन आई? वन में टहलने कौन आई? എന്താണ് വനത്തിൽ ആരാണ് നടക്കാനായി വന്നത്? ആരായിരുന്നു വനത്തിൽ നടക്കാനായി വന്നത്? ആരായിരുന്നു? वन में टहलने राजकुमारी आई. वन में टहलने राजकुमारी आई. എന്താണ് വനത്തിൽ രാജകുമാരിയാണ് നടക്കാനായി വന്നത്. ഓക്കെ ആണോ? ഓക്കെ, ദെൻ അടുത്തത്. नारकौवा ने हार को कहाँ जोटा? അപ്പോൾ എന്താണ്? ആൺകാക്ക മാല എവിടെയാണ് ഉപേക്ഷിച്ചത്? മാല എവിടെയാണ് അത് ആൺകാക്ക ഉപേക്ഷിച്ചത്? नारकौवा ने हार को सांप के बिल में छोड़ा दिया. എന്താണ്? സർപ്പത്തിന്റെ പൊത്തിലാണ് മാല കൊണ്ട് ഉപേക്ഷിച്ചത്, ആഭരണം കൊണ്ട് ഉപേക്ഷിച്ചത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്ത 9th ക്വസ്റ്റ്യൻ. इस कहानी से कौन सी शिक्षा मिलती है? ഈ കഥയുടെ പാഠം എന്താണ്? എന്തായിരുന്നു ഈ കഥയുടെ പാഠം അല്ലെങ്കിൽ ഗുണപാഠം എന്താണ്? ബുദ്ധിബൽ की സഹായ से कठिन काम भी आसान बन जाते हैं. എന്താണ്? ബുദ്ധിബലം ഉണ്ടെങ്കിൽ ഏത് കഠിനമായ ജോലിയും നമുക്ക് എളുപ്പത്തിൽ ചെയ്തു തീർക്കാം എന്നാണ് ഈ കഥയുടെ ഗുണപാഠം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മാതാക്കവ്വാനെ കിത്നെ അണ്ടേ രഖേ തി? മാതാക്കവ്വ എത്ര മുട്ടകളാണ് ഇട്ടിരുന്നത്? മാതാക്കവ്വാനെ 3 അണ്ടേ രഖേ തി. മാതാക്കവ്വ 3 മുട്ടകളാണ് ഇട്ടിരുന്നത്. पेट के नीचे कौन रहता था? മരത്തിനടിയിൽ ആരാണ് താമസിച്ചിരുന്നത്? पेट के नीचे एक भयानक सांप रहता था. എന്താണ്? മരത്തിനടിയിൽ ഒരു ഭയാനകമായ സർപ്പമാണ് ഉണ്ടായിരുന്നത്. सांप क्या करता था? സർപ്പം എന്താണ് ചെയ്തത്? सांप बिल से बाहर आकर अंडों की खाया करता था. എന്താണ്? സർപ്പം മരത്തിന് മുകളിൽ കയറി കൂട്ടിലുണ്ടായിരുന്ന കാക്കകളുടെ മുട്ടകളെല്ലാമാണ് ഭക്ഷിച്ചത്. वन में टहलने कौन आई? വനത്തിൽ ആരാണ് നടക്കാനായി ഇറങ്ങിയത്? वन में टहलने राजकुमारी आई. എന്താണ്? വനത്തിൽ രാജകുമാരിയാണ് നടക്കാനായി വന്നത്. അടുത്തത് 7th one. नारकौवा ने हार को कहाँ छोड़ा? नारकौवा ने हार को कहाँ छोड़ा? ആഭരണം എവിടെയാണ് എന്താണ് नारकौवा ഉപേക്ഷിച്ചത്? नारकौवा ने हार को सांप के बिल में छोड़ दिए. എന്താണ്? नारकौवा പാമ്പിന്റെ പൊത്തിലാണ് ആഭരണങ്ങൾ ഉപേക്ഷിച്ചത്. അടുത്ത 9th one. इस कहानी से कौन से शिक्षा मिलती है? എന്താണ് ഈ കഥയുടെ ഗുണപാഠം അല്ലെങ്കിൽ ഒരു പാഠം എന്താണ്? ബുദ്ധിബൽ की सहायता से कठिन काम भी आसान बन जाते हैं. എന്താണ്? ബുദ്ധിബലം ഉണ്ടെങ്കിൽ ഏത് കഠിനമായ ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്തു തീർക്കാം. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് നോക്കി. നെക്സ്റ്റ് നോക്കുക. എന്താണ്? ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ഖാലി ജഹ ഭരിയെ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ നോക്കി, ഫസ്റ്റ് വൺ. सांप डैश को खा जाता था. सांप डैश को खा जाता था.
പാമ്പ് എന്തോ കഴിക്കാറുണ്ടായിരുന്നു. എന്താണ് കഴിച്ചിരുന്നത് പാമ്പ്? മുട്ടകൾ അല്ലെ, എഗ്സ് ആണ് കഴിച്ചിരുന്നത്. അപ്പോൾ അണ്ഡേ മുട്ടകൾ, പാമ്പ് മുട്ടകൾ കഴിക്കാറുണ്ടായിരുന്നു. അണ്ഡേ എഴുതിയോ? എഴുതിയല്ലോ. ഓക്കെ. സെക്കൻഡ് വൺ, बिल में एक डार सांप रहता था. बिल में एक डार सांप रहता था. പൊത്തിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു. എങ്ങനെയുള്ള ഒരു പാമ്പാണ് അവിടെ താമസിച്ചിരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ഒരു പാമ്പായിരുന്നു? ഭയാനകമായ പേടിപ്പെടുത്തുന്ന ഒരു പാമ്പായിരുന്നു അവിടെ താമസിക്കുന്നത്. അപ്പൊ എന്താ എഴുതുന്നേ? ഭയാനക് പേടിപ്പെടുത്തുന്ന, ഭയാനക് ഭീതിയുള്ള, ഭയാനക് പൊത്തിലൊരു ഭയാനകമായ പാമ്പ് താമസിച്ചിരുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് വൺ എന്താ? എന്താണ്? സാം അണ്ഡേ കാ ഖാ ജാതാ ഥാ. സെക്കൻഡ് വൺ, ബിൽ में एक ഭയാനക് സാം रहता था. അടുത്ത എന്താണ്? തേർഡ് വൺ, पेट के नीचे एक डाश था. पेट के नीचे एक डाश था. മരത്തിനടിയിൽ എന്തുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുണ്ടായിരുന്നു? എന്താ? ഒരു പൊത്ത് അല്ലേ, ബിൽ, ഒരു പൊത്ത്, ബിൽ. ഓക്കെ. അപ്പൊ എന്താണ്? पेट के नीचे एक बिल था. ഓക്കെ ആണോ? ഓക്കെ. ഫോർത്ത് വൺ, കൗവ ഡാഷ് ലേക്ക് ഊൺ ഖയാ. കൗവ ഡാഷ് ലേക്ക് ഊൺ ഖയാ. എന്താണ്? കാക്ക എന്തുമായിട്ടാണ് പറന്നുപോയത്? എന്തുമായിട്ടാണ് കാക്ക പറന്നുപോയത്? ആഭരണങ്ങളുമായി അല്ലേ, രത്നാഹർ ആഭരണങ്ങൾ, രത്നാഹർ ആഭരണങ്ങൾ. എഴുതിയെടുത്തോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ, സാം അണ്ഡേ കോ ഖാ ജാതാ ഥാ. സർപ്പം മുട്ടകൾ കഴിക്കാറുണ്ടായിരുന്നു. ബിൽ മേ ഏക് ഭയാനക് സാം രഹതാ ഥാ. എന്താണ്? പൊത്തിലൊരു ഭയാനകമായ സർപ്പം താമസിച്ചിരുന്നു. തേർഡ് വൺ, പേട്ട് കെ നീച്ചെ ഏക് ബിൽ ഥാ. എന്താണ്? മരത്തിനടിയിൽ ഒരു പൊത്തുണ്ടായിരുന്നു. ഫോർത്ത് വൺ, കൗവ രത്നാഹർ ലേക്ക ഊൺ ഗയാ. എന്താണ്? കാക്ക രത്നങ്ങളും എടുത്ത് അല്ലെങ്കിൽ ആഭരണങ്ങളും എടുത്ത് പറന്നുപോയി. ഓക്കെ ആണോ? മനസ്സിലായോ? ഇപ്പൊ 4 മനസ്സിലായല്ലോ. ഓക്കെ. ദെൻ അടുത്ത എന്താന്ന് നോക്കിയേ. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ്സ് ഓഫ് ദ ഫോളോയിങ്. ഉൾട്ടേ അർത്ഥ വാലെ ശബ്ദിലേക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കി, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാഹർ. ബാഹർ എന്ന് പറയുന്നത് എന്താണ്? പുറത്ത്. ബാഹർ പുറത്ത്. അപ്പൊ എന്തായിരിക്കും ഓപ്പോസിറ്റ് വരിക? പുറത്ത്, അകത്ത് അല്ലെ, അകത്ത്, അന്ധർ, ബാഹർ അന്ധർ. ഓക്കെ ആണോ? ഓക്കെ. സെക്കൻഡ് വൺ, ചോട്ന മീൻസ് മോചിപ്പിക്കുക. നമ്മളിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, കയ്യിൽ നിന്ന് നമ്മൾ വിടുവിച്ച് പോകുന്നത്, അപ്പോൾ മോചിപ്പിക്കുകയാണ് അല്ലേ, മോചിപ്പിക്കുക. അതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? പിടിക്കുക അല്ലേ, പിടിക്കുക, മോചിപ്പിക്കുക, പിടിക്കുക. എന്താ എഴുതിയിരിക്കുന്നത്? പകഡ്ന. ചോട്ന, പകഡ്ന, മോചിപ്പിക്കുക, പിടിക്കുക. തേർഡ് വൺ, ദുഃഖ് എന്നാണ്? ദുഃഖം അല്ലേ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ദുഃഖം, സുഖം അല്ലെ, സുഖം ദുഃഖം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ദുഃഖം, സുഖം, സുഖ്. കണ്ടോ? ഇരിയോ? അപ്പൊ 3 എന്താണ്? ബാഹർ, അന്ധർ, ചോട്ന, പകഡ്ന, ദുഃഖ്, സുഖ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ലേന മീൻസ് എടുക്കുക അല്ലെ, എടുക്കുക അല്ലെ. ഒരു കാര്യം നമ്മൾ എന്താണ്? പെൻസിൽ എടുക്കുന്നു അല്ലെ, ആ എടുത്ത പെൻസിൽ നമ്മൾ എന്ത് ചെയ്യാം? കൊടുക്കുന്നു അല്ലെ. എടുക്കുക, കൊടുക്കുക. അപ്പൊ എന്താണ്? ദേന. എന്താണ്? ലേന, ദേന, എടുക്കുക, കൊടുക്കുക. അടുത്ത ഫിഫ്ത്ത് വൺ, മർണ. എന്താണ്? മരിക്കുക, മരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മരിക്കുക, ജീവിക്കുക അല്ലെ. മരിക്കുക, ജീവിക്കുക. ജീന, മരിക്കുക, ജീവിക്കുക. സിക്സ്ത് വൺ, ജനനം. ജനനത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ജനനം, മരണം. എന്താണ്? മരൺ. കണ്ടോ? മരൺ. എഴുതിയോ? 3 എണ്ണം. അപ്പൊ ബാഹർ,
അന്ധർ എന്താണ് ബാഹർ പുറത്ത്, അന്തർ അകത്ത്. ചോട്ന മോചിപ്പിക്കുക, പകഡ്ന പിടിക്കുക. ദുഃഖ് ദുഃഖം, സുഖ് സുഖം. ലേന എടുക്കുക, ദേന കൊടുക്കുക. മാർന എന്താ മരിക്കുക, ജീന ജീവിക്കുക. ജന്മ ജനനം, മരൺ മരണം. മനസ്സിലായോ? അത്രയും ഇത് എടുത്തല്ലോ, ഇത് എടുത്തോ. അന്തർ, പകഡ്ന, സുഖ്, ദേന, ജീന, മരൺ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത എന്താണ്? ലിംഗ് ബദലി, ചേഞ്ച് ദ ജെൻഡർ. ജെൻഡർ ഫോംസ് മാറ്റാനാണ്. അപ്പോൾ ജെൻഡർ ഫോംസ് മാറ്റാൻ അറിയാമല്ലോ എല്ലാവർക്കും? അറിയാം. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചതും എന്താണ് പഠിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ നർക്കൗവ, 2 രാജ, 3 രാജ്കുമാരി. ഓക്കെ. അപ്പോൾ അതാണ് അത്രയും. അപ്പോൾ നർക്കൗവ, നർക്കൗവ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൺകാക്ക അല്ലേ? ആൺകാക്ക. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എന്തായിരിക്കും? പെൺകാക്ക അല്ലേ? മാതാ കൗവ. നർക്കൗവ, മാതാ കൗവ, ആൺകാക്ക, പെൺകാക്ക. സെക്കൻഡ് വൺ രാജ, രാജ. രാജ എന്താണ്? രാജ രാജാവ്. അപ്പോൾ രാജാവിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ജെൻഡർ ഫോം എന്തായിരിക്കും? റാണി അല്ലേ? രാജ റാണി. തേർഡ് വൺ ആണ് റാണി. അടുത്ത എന്താണ്? രാജ്കുമാർ, രാജ്കുമാർ. രാജ്കുമാർ മീൻസ് രാജകുമാരൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എന്തായിരിക്കും? രാജകുമാരി അല്ലേ? രാജകുമാരി. അപ്പോൾ ഫസ്റ്റ് വൺ നർക്കൗവ, മാതാ കൗവ. എന്താണ്? രാജ്കുമാർ, രാജ്കുമാരി. രാജ, റാണി. ഓക്കെ ആണോ? മനസ്സിലായോ? നർക്കൗവ ആൺകാക്ക, മാതാ കൗവ പെൺകാക്ക. രാജ്കുമാർ രാജകുമാരൻ, എന്താണ്? രാജ്കുമാരി രാജകുമാരി. രാജ രാജാവ്, റാണി റാണി അല്ലേ? രാജാവും റാണിയും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. അടുത്ത എന്താണ്? ചേഞ്ച് ദ നൗൺ, വചൻ ബദലി. നൗൺസ് ചേഞ്ച് ചെയ്യാനാണ്, സിംഗുലറിൽ നിന്ന് പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഏക്. ഏക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് അല്ലേ? അപ്പോൾ ഒന്നിന് എന്താണ് പ്ലൂറൽ ഫോം എന്തായിരിക്കും? അനേകം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അല്ലേ? ഒത്തിരി എന്നൊക്കെ പറയും. അപ്പോൾ ഏക്, അനേക്. ഏക്, അനേക്. സെക്കൻഡ് വൺ പേഡ്. പേഡ് മീൻസ് മരം. അതിൻ്റെ എന്താണ് ഒന്നിൽ കൂടുതലാകുമ്പോൾ എന്താ പറയുക? മരങ്ങൾ അല്ലേ? പ്ലൂറൽ ഫോം എന്താണ്? മരങ്ങൾ. മരം, മരങ്ങൾ. പേഡോ, പേഡോ. പേഡ്, പേഡോ. മരം, മരങ്ങൾ. അടുത്തത് കൗവ. കൗവ എന്താണ്? കാക്ക അല്ലേ? കൗവ കാക്ക. കാക്കേൻ്റെ എന്താണ് പ്ലൂറൽ ഫോം എന്തായിരിക്കും? കാക്കകൾ അല്ലേ? എന്താണ്? കൗയേ, കൗയേ. കൗവ, കൗയേ. കൗവ, കൗയേ. അപ്പോൾ മൂന്നെണ്ണം ഏക്, അനേക്, പേഡ്, പേഡോ, കൗവ, കൗയേ. അടുത്തത് ഫോർത്ത് വൺ ബച്ച. ബച്ച മീൻസ് കുട്ടി. എന്തായിരിക്കും എന്താണ് പ്ലൂറൽ ഫോം? കുട്ടികൾ അല്ലേ? എന്താണ്? ബച്ചോ. ഫോർത്ത് വൺ ബച്ചോ. ബച്ച, ബച്ചോ. അടുത്തത് അണ്ട. അണ്ട മീൻസ് എഗ്, മുട്ട അല്ലേ? അപ്പോൾ പ്ലൂറൽ ഫോം മുട്ടകൾ അല്ലേ? മുട്ടകൾ. അണ്ടേ, അണ്ട, അണ്ടേ. മുട്ട, മുട്ടകൾ. അടുത്തെന്താണ്? സിക്സ്ത് വൺ നദി. നദി, നദി. എന്താണ്? നദി അല്ലേ? അപ്പം നദി പ്ലൂറൽ ആകുമ്പോൾ എന്താ? നദികൾ, നദികൾ. എന്താ ഇതാ? നദിയാം, നദിയാം. നദി, നദിയാം. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് വൺ ഏക്, अनेक, पेड़ पेड़ों, कौवा कौए, बच्चा बच्चों, अंडा अंडे, नदी नदियाँ. എഴുതിയെടുത്തോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ അത് നല്ലതുപോലെ എന്ത് ചെയ്യുക? അത് പഠിക്കുക. നിങ്ങൾ ബുക്കിൽ എഴുതാനുള്ളത് ബുക്കിൽ എഴുതുക, ടെക്സ്റ്റിൽ എഴുതാനുള്ളത് ടെക്സ്റ്റിൽ എഴുതുക. അപ്പോൾ നല്ലതുപോലെ വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.